ആണ്ടവരുടെ നാമം മഹിഴ്ചയാവും. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു കറുത്ത ദിവസം കൂടെ നൽകിയിരിക്കെ അവൻ്റെ വചനത്തിൽ നമുക്ക് പഠിച്ചിടാം. നമ്മൾ ഇന്ന് എപ്പിസോഡ് 170 താൻ പോകുന്നത്. എപ്പിസോഡ് 170 C19 C19. അത് നമ്മളിത് ബൈബിൾ സ്റ്റഡിയാണ്. നമ്മളിത് കൊലോസ്യോൻ്റെ ലേഖനം അല്ലെങ്കിൽ കൊലോസ്യൻ്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 21-ാം വാക്യം താൻ ഇന്ന് നമ്മൾ വാസിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ നനച്ചിരിക്കുന്നത്. അതിന് മുന്നാടി നമ്മൾ എന്നാ பண்ணണം, നമ്മളെ പിന്നാടി നമ്മൾ പോയിട്ട് എന്നാ നമ്മളോട് ആണ്ടവർ പിന്നാടി ചൊല്ലി അതിന് ശേഷം നമുക്ക് മുന്നാടി വരുമ്പോൾ നമുക്ക് എന്നാ പൊടിയും ആണ്ടവർ നമ്മളോട് എന്നാണ് ഈ വാക്യത്തിൽ എന്നാ ചൊല്ലുവാൻ തക്കോണം ആശ വച്ചിരിക്കുന്നത് നമുക്ക് തിരിയും. ആത്മാവ് നമ്മളെ എപ്പടി നമ്മളെ നടത്തുന്നു, അതേപോലെ നമുക്ക് ആണ്ടവരുടെ ഈ ചിത്തത്തിന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ 19-ാം വാക്യം മുതൽ നമ്മൾ കീഴിലേക്ക് വാസിച്ചിടാം. என்ன சொல்லுது? For it pleased the Father that in him should all fullness be. இங்கே നമ്മൾ பார்க்குறது ஆண்டவராയ தகப்பனாയ ஆண்டவருக்கு என்ன போதிச்சாச்சு, என்ன ചിത്തമായിരിക്കെ അവനാൽ, അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിൽ എല്ലാ നിറവും ഉണ്ടായിരിക്കണം. അതായത് ആ എല്ലാ നിറവും ആരിൽ നിന്ന് വരണം? അത് അവരിൽ നിന്ന് വേണം. നിറവെന്ന് ചൊല്ലിയാൽ ഒരു പാത്രം ഇരുന്നാൽ അത് നിറച്ച് அப்படிയല്ല, നിറഞ്ഞ് കവിയുന്ന അവസ്ഥ. അന്നേരം ആണ്ടവർ ആയ യേശു ക്രിസ്തുവിൽ നിന്നും എല്ലാ കാര്യങ്ങളും നിറഞ്ഞു വന്ന് നമുക്ക് എന്നെ പറ്റണം. അത് അപ്പടി താൻ തകപ്പനായ ആണ്ടവർക്ക് അത് ചിത്തം. അത് തകപ്പനായ ആണ്ടവർക്ക് ரொம்ப സന്തോഷം. കാരണം അവൻ താൻ എല്ലാമേ മൂല്യ കാരണം. അതുകൊണ്ട് അവൻ നമുക്കത് പാക്കില്ല. നമുക്ക് ഇங்கே അതാണ് ഇங்கே നമ്മൾ 19-ാം വാക്യത്തിൽ അത് എല്ലാം നിറവുമേ ആരിൽ നിന്ന് വരണം? ആണ്ടവരായ യേശു ക്രിസ്തുവിൽ നിന്നും, അതായത് പുത്രനിൽ നിന്നും, അതായത് തകപ്പനായ ആണ്ടവരുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും വരണമെന്ന് നമ്മൾ നേരത്തെ നമ്മൾ വിസാരിച്ചാച്ച്. ഇന്ന് നമ്മൾ വിസാരിക്കുന്ന 20-ാം വാക്യത്തിൽ എന്നാ വാസിക്കുന്നത്? ഹാവിങ് മേഡ് പീസ് ത്രൂ ദ ബ്ലഡ് ഓഫ് ഹിസ് ക്രോസ്. അത് മാത്രമല്ല, അത് മറ്റുമല്ല, അവൻ്റെ ക്രൂശീയ മരണത്താൽ നമുക്ക് എന്നാ കിടക്കണം? നമുക്ക് സമാധാനം കിടക്കണം. എന്ന അവൻ്റെ ക്രൂശീകരണമായ മരണത്താൽ, അല്ലെങ്കിൽ അവൻ തൻ്റെ രക്തം നമുക്ക് ചിന്തിയതിനാൽ നമുക്ക് എന്നാ കിടക്കണം? നമുക്ക് സമാധാനം കിടക്കണം. കാരണം ഇന്ന് നമ്മൾ പാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ പാത്താച്ച് സമാധാനമില്ലാത്ത ലോകം താൻ. എല്ലാവരും ഇങ്ങനെ ആര് നോക്കിയാൽ നമ്മൾ ചിന്ന പിള്ള മുതൽ നമ്മൾ വലിയവരെ പാത്താൽ ആർക്കുമേ സമാധാനമില്ല. അവരെല്ലാവരുമേ വിസാരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളിലിരിക്കുക. അവർക്ക് സമാധാനമില്ല. സമാധാനം എங்கே கிடைக்கும்? സമാധാനം ആണ്ടവരുടെ പക്കത്തിൽ താൻ கிடைക്കും. നമുക്കൊരു ചിന്ന പിള്ളെ നമ്മൾ പാക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ന പിള്ള നമ്മൾ അപ്പടി താൻ നമ്മളും വിസാരിക്കണം. ഒരു ചിന്ന പിള്ളയാണെന്നുണ്ടെങ്കിൽ 1 വയസ്സ് 2 വയസ്സ് അല്ലെങ്കിൽ അതിന് മേളിലോട്ടുള്ള ഒരു ചിന്ന പിള്ളയാണെന്നുണ്ടെങ്കിൽ അവന് പ്രോബ്ലം വരുമ്പോൾ, അവന് പ്രയാസം വരുമ്പോൾ അവൻ എന്നാ ചെയ്യും? അവന് സമാധാനമില്ല, അല്ലെങ്കിൽ അവന് ദുഃഖം അല്ലെ കഷ്ടം അവൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ അവൻ എന്നാ പണ്ണും? അവൻ ഓടി അമ്മയുടെ പക്കത്തിൽ ചെന്നിട്ട് അമ്മയുടെ നെഞ്ചിൽ ചാരി ഇരുന്ന് അമ്മ കെട്ടിപ്പിടിക്കുമ്പോൾ എന്നെ പറ്റും? ആ പൈതലിന് അല്ലെങ്കിൽ ആ പിഞ്ച് കുളത്തിന് എന്നെ പറ്റും? സമാധാനം കിടക്കും. അതേപോലെ താൻ നമുക്ക് പ്രയാസം വരുമ്പോൾ നമ്മൾ എന്നാ പണണം? നമ്മുടെ തായിയുടെ അടുത്ത്, ചിന്നപ്പിള്ള തായിയുടെ അടുത്ത് പോയെങ്കിൽ നമ്മുടെ തായി, അല്ലെങ്കിൽ നമുക്ക് ജന്മം തന്ന ആരുതാൻ? ആണ്ടവരായ യേശു ക്രിസ്തു. ആ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ പക്കത്തിൽ ചെന്ന് അവൻ്റെ നെഞ്ചോട് നമ്മൾ തല ചായച്ച് അവൻ്റെ ആ ഹൃദയത്തിൻ്റെ ഇടുപ്പ് കേൾക്കുമ്പോൾ നമുക്ക് സമാധാനം கிடைக்கும். അത് എപ്പോഴും സമാധാനം கிடைக்கும்? അവനിൽ വിശ്വസിക്കുമ്പോൾ. ഒരു കുളന്ത് നീ നമ്മൾ പാക്കുവാണെങ്കിൽ എന്നെ പറ്റും?
ആ കുളന്ത് വേറൊരു ഒരു 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 സ്ത്രീയുടെ അടുത്ത് പോവാതെ അമ്മ ഇരിക്കുന്ന അമ്മയുടെ അടുത്ത് மட்டுം താൻ പോകും. നമ്മൾ എന്നാ പണം, നമ്മൾ ലോകത്തിൽ എല്ലായിടത്തുമേ പാത്ത് നമ്മൾ സമാധാനം തേടും. നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ പക്കത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവൻ്റെ ആ നെഞ്ചിൽ ഇങ്ങ് തല വെച്ച്, അതാണ് നമ്മൾ യോഹൻ നമ്മൾ പാക്കുന്നുണ്ട് വചനത്തിൽ യോഹന എന്നെ പറ്റുവാം എന്നെ ചെയ്യുവാം, അവൻ ആ ആണ്ടവരുടെ നെഞ്ചിൽ തല വെച്ച് എപ്പോഴുമേ അവൻ്റെ വചനം കേൾക്കും. അതുകൊണ്ട് താൻ അവനിൽ സ്നേഹത്തിൻ്റെ ആത്മാവ് അവനെ യോഹന്നാൻ ആരുതാൻ അവൻ സ്നേഹത്തിൻ്റെ പ്രവാചകൻ അല്ലെ സ്നേഹത്തിൻ്റെ ശിഷ്യൻ. സ്നേഹം അവനെ തിരിയും. കാരണം അവന് സമാധാനം എങ്കിൽ കിടച്ചേ ആണ്ടവരിൽ നിന്നും ഇங்கே சொல்லுது നിങ്ങൾക്ക് സമാധാനം ത്രൂ ബ്ലഡ് ഓഫ് ഹിസ് ക്രോസ്, അവൻ്റെ മരണത്താൽ അല്ലെങ്കിൽ അവൻ്റെ ആ ക്രൂശ് മരണത്താൽ അവൻ്റെ ആ രക്തം നമുക്ക് വേണ്ടി ചിന്തിയത് മുഖാന്തരം, അവൻ്റെ നേസം നമ്മളിൽ ചിന്തിയത് മുഖാന്തരം നമുക്ക് എന്നാ கிடைக்கும்? നമുക്ക് നേസം கிடைക്കുമ്പോൾ നമുക്ക് സമാധാനം கிடைക്കാം. സമാധാനത്തിൻ്റെ എല്ലാത്തിൻ്റെ ഉറവിടം എന്ന് ചൊല്ലിയാൽ എവിടുന്നത് വരുന്നിക്കാൻ അത് അവനിൽ താൻ. അത് നമ്മൾ വാസിച്ച് ആണ്ടവരായ താപ്പനായ ആണ്ടവർക്ക് അവനിൽ എല്ലാ ഫുൾനെസ്സും എല്ലാമേ നിറഞ്ഞു കഴിയുന്നത്. അത് അവനിൽ നിന്ന് ആ സമാധാനം നമുക്ക് നിറഞ്ഞ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമുക്ക് സമാധാനം கிடைക്കും. അന്നേരം നമുക്ക് സന്തോഷം கிடைക്കും. നമുക്ക് സന്തോഷം கிடைക്കുമ്പോൾ നമുക്ക് മുഖത്തിൽ പ്രസാദം വരും. നമുക്ക് മുഖത്തിൽ പ്രസാദം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ പ്രസാദത്തോടെ കാര്യങ്ങൾ പേശുവാൻ തക്കോണം ഇടയാകും. അന്നേരം നമുക്ക് സമാധാനം கிடைക്കുന്ന സമാധാനത്തിൻ്റെ ഉറവിടം എങ്കിൽ അത് ആണ്ടവരായ യേശു ക്രിസ്തു താൻ. അത് കഴിഞ്ഞിട്ട് ബൈ ഹിം ടു റീകൺസൈൽ ഓൾ തിങ് ടു ഹിംസെൽഫ്, അവൻ നമ്മളെ എന്നാ പറ്റിയാച്ചേ? നിരപ്പിച്ചാച്ചേ. അതായത് നമ്മളെ നിരപ്പിച്ചെന്ന് നമ്മൾ ശത്രുവിൻ്റെ കയ്യിലായിരുന്ന നമ്മളെ അവൻ കൊണ്ടുവന്ന് ദൈവത്തോടെ നിരപ്പിച്ചു. അതായത് ആ തകപ്പനായ ആണ്ടവരോട് നമ്മൾ നിരപ്പിച്ചു. അവനോട് നമുക്ക് അതായത് നമ്മൾ തകപ്പനായ ആണ്ടവരോട് താൻ ആദം പാപം ചെയ്ത് നമ്മൾ ആരോട് നിരപ്പാക്കേണ്ടത്? നമ്മൾ ആരോട് പാപം ചെയ്തു അവരോട് നിരപ്പാക്കണം. ഇങ്ങനെ നമ്മൾ എന്നാ பண்ணுவோம்? ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളെ താപ്പനായ ആണ്ടവരുടെ പക്കത്തിൽ കൊണ്ടുവന്നിട്ട് അവനുമായിട്ട് നമ്മളെ നിരപ്പിച്ച അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്കി അവൻ നമുക്ക് സമാധാനത്തെ തക്കോണം റീകൺസൈൽ പണിയാച്ചേ. റീകൺസൈൽ നമ്മൾ നിരപ്പിച്ചാച്ചേ. അത് മാത്രമല്ല പിന്നെ എന്തുവാണത്? I say whether they be things in earth or things in heaven. അത് എങ്കേതും അത് ഭൂമിയിലായാലും സ്വർഗത്തിലായാലും എங்கே ഇരുന്നാലും അവൻ താൻ മൂല കാരണം. അത് അവൻ നിരപ്പിക്കുന്ന ആര് താൻ? ആണ്ടവരായ യേശു ക്രിസ്തു. ആണ്ടവരായ യേശു ക്രിസ്തു എപ്പോഴും നിരപ്പിച്ചാച്ചേ? അവൻ്റെ രക്തം മൂലം. അവൻ രക്തം നമുക്ക് വേണ്ടി ചിന്തി അവൻ നമ്മളെ ആ താപ്പനായ ആണ്ടവരോട് നമ്മളെ നിരപ്പിച്ചു എന്നും മറ്റുമല്ല, അതുമൂലം നമുക്ക് സന്തോഷം കിടച്ചാച്ച്. നമ്മൾ സന്തോഷം ഇതിൻ്റെ ഉറവിടം എങ്കിരിക്കെ ആണ്ടവരായ യേശു ക്രിസ്തു അവൻ താൻ നമുക്ക് സകലവും നമുക്ക് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ 21-ാം വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. 21-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ എന്താണ് എങ്കിൽ നമ്മൾ വാക്കിന് ആൻഡ് യു ദാറ്റ് വേർ സം ടൈം ഏലിയനേറ്റഡ്. നമ്മൾ ഒരു സമയത്തിൽ അല്ലെങ്കിൽ പണ്ട് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ നമ്മൾ അന്യദേശക്കാരായിരുന്നു. അതായത് ആണ്ടവരുടെ ദേശത്തിലേക്ക് വരുവാൻ അല്ലെങ്കിൽ ആണ്ടവരുടെ വീട്ടിലേക്ക് വരുവാൻ തക്കോണം നമുക്ക് യോഗ്യത கிடைക്കാതെ നമ്മൾ കാരണം നമ്മൾ ആരുടെ പക്ഷക്കാരായിരുന്നു? നമ്മൾ വാസിച്ച ആറ് പക്ഷക്കാരായിരുന്നു. നമ്മൾ പിശാചിൻ്റെ പക്ഷക്കാരായിരുന്നു. അവൻ്റെ വീട്ടിലെ വേലക്കാരായിരുന്നു. അവൻ്റെ അടിമയായിരുന്നു. ആ അടിമത്തിൽ നിന്നും നമ്മളെ അപ്പടി ഇരുന്ന നമ്മളെ എന്നാ ചെയ്താച്ചേ? നമ്മൾ അന്യദേശക്കാരല്ല, നമ്മൾ സ്വദേശക്കാരായി. അതായത് ഏലിയനേറ്റഡ് അതായത് നമ്മൾ ആ അന്യദേശത്തിൽ വസിക്കുന്ന നമ്മളെ അല്ലെങ്കിൽ അന്യ ആൾക്കാരുടെ കയ്യിൽ ഇരുന്ന നമ്മളെ ആണ്ടവർ നമ്മൾ എന്നാ ചെയ്തിട്ട് അവൻ വിടുവിച്ച് നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ എന്നെ കൊണ്ടുവന്ന് ആ താപ്പനായ ആണ്ടവരുടെ ദേശത്ത് നമ്മളെ ആക്കിയാച്ച്. നമ്മൾ അന്യദേശക്കാരല്ല. അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം എന്നെ വാസിക്കുന്നത് ആൻഡ് എനിമീസ് ഇൻ യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ശത്രുത്വം പുലർത്തിക്കൊണ്ടിരുന്ന ആരുടെ? താപ്പനായ ആണ്ടവരുടെ. നമുക്ക് എപ്പടി ശത്രുത്വം വന്നിരിക്കുക?
നമ്മൾ എനിക്ക് താപ്പനാരോട് എനിക്ക് യാതൊരു ശത്രുതയില്ല. എന്നാൽ നമ്മൾ ശത്രുത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ശത്രുവിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മാറിപ്പോയിടും. അത് നമ്മൾ അതേപോലെ തന്നെ താപ്പനായ ആണ്ടവരുടെ പക്കത്തിൽ പോകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ താപ്പനായ ആണ്ടവരുടെ പക്കത്തിൽ നിന്നും മാറിപ്പോയിടുക. അതുതാൻ നമ്മൾ ഇങ്ങനെ നമ്മൾ അതായത് നമ്മുടെ ദേശം വിട്ട് നമ്മൾ മറ്റൊരിടത്ത് പോവുക. ഇങ്ങനെ നമുക്ക് മറ്റു ദേശത്തിൽ പോയാൽ നമുക്ക് പലവിധമായ സുഖങ്ങൾ നമുക്ക് கிடைக்குമായിരിക്കും. പക്ഷേ എല്ലാമേ അന്ത്യം എന്നാ தெரியுமா? അന്ത്യം ശാപം താൻ. നമുക്ക് പ്രയാസം താൻ വരും. കാരണം നമ്മുടെ ദേശം താൻ. നമ്മുടെ ദേശം ഏത് താൻ? നമ്മുടെ ദേശം സ്വർഗീയ ദേശം, സ്വർഗീയ നാട് താൻ നമ്മുടെ ദേശം. അതായത് നമ്മൾ സ്വർഗീയ നാട്ടിലെ നമ്മൾ ആൾക്കാരാണ്. അതായത് നമ്മൾ എന്നാ പറ്റിയാച്ചേ നമ്മുടെ ദേശം വിട്ട് നമ്മളിപ്പോൾ എங்கே പോയിരിക്കേ? നമ്മൾ പിശാചിൻ്റെ ദേശത്തിലേക്ക് പോയിരിക്കേ, അല്ലെങ്കിൽ ദുഷ്ടൻ്റെ ദേശത്തിലേക്ക് പോയിരിക്കേ, നമ്മൾ പാപത്തിൻ്റെ ദേശത്തിലേക്ക് പോയിരിക്കേ. അങ്ങ് എന്താ പാപം നിറഞ്ഞു കിടക്കുന്നു. അങ്ങനെ ആ പാപത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്തു പോകും. അതുകൊണ്ട് താൻ നമ്മൾ ആണ്ടവരെ നമ്മൾ സ്വീകരിച്ചാലും നമ്മൾ ഏത് ദേശത്തിലാണ്? ഈ പിശാചിൻ്റെ ദേശത്തിൽ താൻ. അതുകൊണ്ട് താൻ നമ്മൾ പാപം ചെയ്തു പോകുന്നു. കാരണം പാപം ഇங்கே മുഴുവനും പാപം താൻ കിടക്കുന്നത്. ഇതിലെ പാപത്തിൽ വസിക്കുമ്പോൾ പാപം നിങ്ങളൊരു കാര്യം വിചാരിക്കും. ഇപ്പം നിങ്ങൾ ഒരു ചെളി ചെളിയല്ല മഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തമിഴിൽ എനിക്ക് ചൊല്ലാൻ മുടിയാതെ. അതായത് ഒരു ചെളിയിൽ നമ്മൾ കാല് വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറ്റും? പിന്നെ ചെളിയിൽ തന്നെ നമുക്ക് ചെളിയിൽ നിന്ന് വെളിയിറങ്ങാൻ മുടിയാതെ. അത് നമ്മളെ കീഴോട്ട് വലിച്ചിടും. നമ്മൾ എங்கே വരെ വലിച്ചിടും? അത് നമ്മുടെ മരണം വരെ വലിച്ചിടും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ എங்கே നിൽക്കുന്നത്? പാപത്തിൻ്റെ ചെളിയിൽ, അല്ലെ പാപത്തിൻ്റെ കുപ്പയിൽ നമ്മൾ കിടക്കുക. ഈ കുപ്പയിൽ നിന്നും നമുക്ക് എഴുന്നേക്കുവാൻ യാതൊരു രീതിയിലും നമുക്ക് മുടിയാതെ. കാരണം എന്നതാ ഈ ചെളി നമ്മളെ എന്നെ ചെയ്യും? താഴോട്ട് കീഴോട്ട് വലിച്ചിടുക. എന്നാൽ കീഴോട്ട് വലിച്ചിടുമ്പോൾ നമ്മൾ പാപത്തിൽ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും. അന്നേരം എന്നെ പറ്റിയാച്ച് നമ്മൾ താപ്പനായ ആണ്ടവരോട് ശത്രുത്വം പുലർത്തിയാച്ച്. കാരണം നമ്മളെല്ലാം വിചാരിക്കും. നമ്മൾ എന്നിട്ട് നമ്മൾ ആരോടെല്ലാം കേട്ട് പാക്കും. ഇതെന്നെ പറ്റി, ആണ്ടവർക്ക് എന്നോട് ചിത്തമില്ല, ആണ്ടവർക്ക് എന്നോട് നേസമില്ല, അതുകൊണ്ട് താൻ ഈ പാപത്തിൽ ഞാൻ വീണ് കിടക്കുന്നു. അല്ലെങ്കിൽ ആണ്ടവർത്താൻ എല്ലാത്തിനും കാരണം ആണ്ടവർത്താൻ. എനിക്ക് രോഗം വന്നു, അത് ആണ്ടവർത്താൻ. എനിക്ക് സൗഖ്യമില്ല, അത് ആണ്ടവർത്താൻ. എനിക്ക് കഷ്ടം വന്നു, അത് ആണ്ടവർത്താൻ. അല്ലെങ്കിൽ എനിക്ക് ദുഃഖം വന്നു, അത് ആണ്ടവർത്താൻ. എന്നെ ചൊല്ലിലും നമുക്ക് ശത്രുത്വം അംഗീകരിക്കുകയും ആണ്ടവരോട് താൻ ശത്രുത്വം നമ്മൾ കാണിക്കും, നമ്മൾ പുലർത്തുന്നത്. ഇங்கே சொல்லுது அப்போஸ்தலனாയ പൗലോസ് சொல்லுது, നമ്മൾ പരദേശിയായിരുന്നു. നമ്മൾ അത് മറ്റുമല്ല, നമ്മൾ ശത്രുക്കളായിരുന്നു. എങ്കിൽ ശത്രുക്കളായിരുന്നു ഈ മനസ്സിൽ, നമ്മുടെ മൈൻഡിൽ, മൈൻഡിൽ നിന്ന് നമ്മുടെ തലമണ്ടയിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ നമ്മൾ ശത്രുത്വമായിരുന്നു. അത് എങ്ങനെയായിരുന്നു? അതായത് തെറ്റായ കാര്യങ്ങൾ മുഖാന്തരം, വിക്കഡ് വർക്ക്സ്, അതായത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന മുഖാന്തരം നമ്മൾ ശത്രുക്കളായിരുന്നു, നമ്മൾ ഏലിയനേറ്റഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നാ പറ്റിയാച്ചേ? അവൻ യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ നിരപ്പിച്ചു. പിന്നെയും നിരപ്പിച്ച വാക്യം നമുക്ക് പിന്നെയും നമുക്ക് കാണാൻ പറ്റും. അതായത് ആണ്ടവർ അപ്പോസ്തലനായ പൗലോസ് നിങ്ങൾ ഇപ്പോൾ റീകൺസൈൽ, ആണ്ടവരുമായിട്ട് നിരപ്പിച്ച കണ്ടീഷനിലാണ്. അത് നമ്മൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവൻ നമ്മളെ ശത്രുത്വത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച്, അല്ലെങ്കിൽ നമ്മൾ അന്യദേശക്കാരായ നമ്മളെ സ്വന്തം ദേശത്തിലേക്ക് കൊണ്ടുവരാൻ തക്കോണം അവൻ നമ്മളെ ശത്രുത്വത്തിൽ നിന്ന് നിരപ്പിച്ച് ആണ്ടവരോട് നമുക്ക് തുല്യമാക്കി. ആണ്ടവരോട് നാം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.